വളർച്ചയെ ത്വരിതപ്പെടുത്താനും വിപണിയിലെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുന്നതിനും ബ്രാൻഡ് മൂല്യം ശക്തിപ്പെടുത്താനും കാര്യശേഷി വർദ്ധിപ്പിക്കാനും വിഭവശേഷി ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനും തൽഫലമായി എതിരാളികളെക്കാൾ മേൽക്കൈ നേടുന്നതിനായും ഒക്കെ കമ്പനികൾ തമ്മിലുള്ള ലയനം വഴി തുറക്കും. ബിസിനസ് പ്രവർത്തനങ്ങളുടെ സംയോജനം, വിവിധ വിഭാഗങ്ങൾ തമ്മിൽ ഒത്തുചേർന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം, വിവിധ കോർപ്പറേറ്റ് നടപടികളുടെ ചെലവ് കുറയ്ക്കൽ, ഭരണനിർവഹണം കാര്യക്ഷമമാക്കുക എന്നിങ്ങനെയുള്ള വിവിധ ഗുണങ്ങളാണ് ലയിക്കുന്ന കമ്പനികൾക്ക് വന്നു ചേരുക. ഈ ഒരു പശ്ചാത്തലത്തിൽ സമീപകാലത്ത് ഇന്ത്യൻ കോർപ്പറേറ്റ് മേഖലയിൽ പ്രഖ്യാപിക്കപ്പെട്ടതും 2025 ഉറ്റുനോക്കുന്നതുമായ 4 ലയനങ്ങളുടെ വിശദാംശങ്ങൾ നോക്കാം. ഗുജറാത്ത് ഗ്യാസ് ആൻഡ് ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ്. വിൽപ്പനയുടെ അളവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളിലൊന്നാണ് ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ്. പൊതുമേഖലാ സ്ഥാപനമായ ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോളിയം കോർപ്പറേഷൻ്റെ കൈവശമാണ് ഇതിൻ്റെ ഭൂരിഭാഗം ഓഹരികളും. സമാനമായി പ്രകൃതിവാതകം വിതരണം ചെയ്യുന്ന പൊതുമേഖലാ കമ്പനിയാണ് ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ് ലിമിറ്റഡ്. ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോളിയം കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു ഉപകമ്പനി തന്നെയാണിത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് 2 കമ്പനികളും തമ്മിലുള്ള ലയനം പ്രഖ്യാപിച്ചത്. ഗുജറാത്ത് ഗ്യാസിലേക്ക് ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റിലായിരിക്കും ലയിക്കുക. സ്വാപ്പ് റേഷ്യോ 10:13 അനുപാതത്തിലാണ്. അതായത് 13 ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ് ഓഹരികൾ കൈവശമുള്ളവർക്ക് പകരമായി 10 ഗുജറാത്ത് ഗ്യാസ് ഓഹരികൾ ലഭിക്കുമെന്ന് സാരം. അൾട്രാടെക് സിമെൻറ്റ് ആൻഡ് കേശവറാം ഇൻഡസ്ട്രീസ്. ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ഭാഗവും രാജ്യത്തെ ഏറ്റവും വലിയ സിമെൻറ്റ് ഉൽപ്പാദക കമ്പനിയുമാണ് അൾട്രാടെക് സിമെൻറ്റ് ലിമിറ്റഡ്. റെഡിമിക്സ് കോൺക്രീറ്റ് നിർമ്മാണത്തിലും മുൻനിരയിലാണ് കമ്പനിയുടെ സ്ഥാനം. BK ബിർള ഗ്രൂപ്പിൻ്റെ പതാകവാഹക കമ്പനിയാണ് കേശവറാം ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഇതിൻ്റെ സിമെൻറ്റ് ഉൽപ്പാദന വിഭാഗം വേർപെടുത്തി അൾട്രാടെക് സിമെൻറ്റ് ലയിപ്പിക്കാനാണ് തീരുമാനം. ഡിസംബർ മാസത്തോടെ കേശവറാം ഇൻഡസ്ട്രീസിൻ്റെ ബിസിനസ് വിഭാഗങ്ങൾ വേർപെടുത്തൽ പൂർത്തിയാക്കുമെന്നാണ് റിപ്പോർട്ട്. തുടർന്ന് റയോൺ കെമിക്കൽ വിഭാഗങ്ങളിലെ മാത്രം കേശവറാം ഇൻഡസ്ട്രീസ് ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതേസമയം ഇരു കമ്പനികളും തമ്മിലുള്ള ലയന പ്രകാരം 52 കേശവറാം ഇൻഡസ്ട്രീസ് ഓഹരി കൈവശമുള്ളവർക്ക് ഒരു അൾട്രാടെക് സിമെൻറ്റ് ഓഹരി ലഭിക്കുന്നതായിരിക്കും. ICICI ബാങ്ക് ആൻഡ് ICICI സെക്യൂരിറ്റീസ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ 2ാമത് വലിയ ബാങ്കിംഗ് സ്ഥാപനമാണ് ICICI ബാങ്ക്. അതേസമയം ബ്രോക്കിംഗ്, അഡ്വൈസറി, മർച്ചന്റ് ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ICICI ബാങ്കിൻ്റെ ഉപകമ്പനിയാണ് ICICI സെക്യൂരിറ്റീസ് ലിമിറ്റഡ്. ഇതിൻ്റെ 75% ഓഹരികളും ICICI ബാങ്കിൻ്റെ കൈവശം തന്നെയാണുള്ളത്. ICICI സെക്യൂരിറ്റീസിൻ്റെ ഡീലിസ്റ്റിംഗിൻ്റെ ഭാഗമായാണ് നിലവിലെ നിക്ഷേപകർക്ക് നിശ്ചിത അനുപാതത്തിൽ ICICI ബാങ്ക് ഓഹരികൾ അനുവദിക്കുന്നത്. ഇത് പ്രകാരം ഡീലിസ്റ്റ് ചെയ്യുന്ന 100 ICICI സെക്യൂരിറ്റീസ് ഓഹരികൾക്ക് വീതം 67 ICICI ബാങ്ക് ഓഹരികൾ പകരമായി നൽകുന്നതായിരിക്കും. അംബുജ സിമെൻറ്റ്സ് ആൻഡ് സ്വാങ്കി ഇൻഡസ്ട്രീസ്. ഇന്ത്യയിലെ വൻകിട സിമെൻറ്റ് നിർമ്മാണ കമ്പനികളുള്ളതും അദാനി ഗ്രൂപ്പിൻ്റെ ഭാഗവുമാണ് അംബുജ സിമെൻറ്റ്സ്. അടുത്തിടെ അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്ത 2 സിമെൻറ്റ് കമ്പനികളാണ് സൗരാഷ്ട്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വാങ്കി ഇൻഡസ്ട്രീസും ആന്ധ്രാപ്രദേശ് കേന്ദ്രമാക്കിയ പെന്ന സിമെൻറ്റ്സ് ലിമിറ്റഡും. ഈ 2 കമ്പനികളെ അംബുജ സിമെൻറ്റ്സിൽ ലയിപ്പിക്കാനാണ് അദാനി ഗ്രൂപ്പിൻ്റെ തീരുമാനം. വ്യത്യസ്ത സാപ്പറേഷ്യയിലായിരിക്കും ലയനം നടപ്പാക്കുക. ഇത് പ്രകാരം 100 സ്വാങ്കി ഇൻഡസ്ട്രീസ് ഓഹരികൾ കൈവശമുള്ളവർക്ക് 12 അംബുജ സിമെൻറ്റ്സ് ഓഹരികൾ വീതം അനുവദിക്കും. നിലവിൽ പെന്ന സിമെൻറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അംബുജ സിമെൻറ്റ്സ് ഓഹരി ഒന്നിന് 321 രൂപ വീതം നൽകിയാണ് പെന്ന സിമെൻറ്റ്സിനെ അംബുജ സിമെൻറ്റ്സ് ഏറ്റെടുക്കുന്നത്. ഡിസ്ക്ലെയിമർ. മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യർത്ഥം പങ്കുവച്ചാണ്. ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുകയോ SEBI അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം നേടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും YouTube ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വിഷയമായി വീണ്ടും കാണാം.